സോ ഇന്നലെ മാഞ്ചസ്റ്റർ ഡെർബി അല്ലേ, വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡെർബീസ് ഇൻ റീസെന്റ് ഹിസ്റ്ററി, പറയാതിരിക്കാൻ വയ്യ. ഇതിനു മുമ്പും മാഞ്ചസ്റ്റർ ഡെർബികൾ മോശം ബോറിംഗ് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഗോളുകൾ വന്നിട്ടുണ്ട് അല്ലെ, ലാസ്റ്റ് 5-10 മിനിറ്റൊക്കെ എക്സൈറ്റിംഗ് ആവാറുണ്ട്. ഒന്നെങ്കിൽ ഏതൊരു ടീം ഗോൾ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ കോളോ അടിയോ ബഹളോ എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ട്. സോ നിങ്ങൾ ഈ മാച്ച് 0-0 എൻഡ് ചെയ്തു. സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുക, 1-ന് താഴെയാണ് രണ്ട് ടീമിന്റെ XG ഉള്ളത്. കുറച്ച് ബെറ്റർ ആയിട്ട് കളിച്ചത് മേ ബി ചാൻസ് ക്രിയേറ്റ് ചെയ്ത് യുണൈറ്റഡ് ആണെന്ന് പറയാം. രണ്ട് യുണൈറ്റഡ് ആണെങ്കിലും സിറ്റി ആണെങ്കിലും ബിഗ് ചാൻസുകൾ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ സിറ്റി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ആൻഡ് നിങ്ങൾ നമ്പർ ഓഫ് ഫൗൾസ് നോക്കാനായിട്ടാണെങ്കിലും മനസ്സിലാക്കാം, വലിയ കാര്യമായിട്ട് ഫൗളുകളോ മറ്റോ ഒന്നും ഇല്ലായിരുന്നു. സോ ഒരു ഇന്റൻസിറ്റി തീരെ ഇല്ലാത്ത മാച്ചായിരുന്നു. സോ യുണൈറ്റഡിന് ഈ മാച്ചിൽ ജയിച്ചാലും മേ ബി 1 പോയിന്റ്സ് കിട്ടി. ബട്ട് ജയിച്ചാലോ തോറ്റാലോ വലിയ മാർജിൻ പ്രീമിയർ ലീഗിൽ, അതായത് ടോപ്പ് 8 പുഷ് ചെയ്യാനോ മറ്റോ ഒക്കെ യുണൈറ്റഡിന് ഇനി ലീഗിൽ വലിയ ഹെൽപ്ഫുൾ ആവത്തില്ലായിരുന്നു. അപ്പുറത്ത് സിറ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ സിറ്റിക്ക് ഇന്നലത്തെ മാച്ച് ജയിക്കുമായിരുന്നെങ്കിലും ടോപ്പ് 4 എങ്ങനെയും ഗ്യാരണ്ടീഡ് ആക്കുക, അതായത് ടോപ്പ് 4 റേസിൽ കുറച്ചുകൂടി സോളിഡിഫൈ ചെയ്യായിരുന്നു സിറ്റിക്ക്. അപ്പുറത്ത് ചെൽസി ബ്രെൻഫോർഡിനോട് ഡ്രോയും പിടിച്ച സിറ്റുവേഷനിൽ. സോ ഇന്നലെയും ഡ്രോ ആണ് സിറ്റി പിടിച്ചത്. സിറ്റി സെയിം 5th സ്പോട്ടിൽ തന്നെ, യുണൈറ്റഡും ഡ്രോ. യുണൈറ്റഡ് ടോട്ടൻഹാമിന് മേലെ 13th സ്പോട്ട്, അവരെവിടെയായിരുന്നോ അവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പം. സോ വലിയ കാര്യമായിട്ട് ഒരു മാറ്റവും ഇന്നലത്തെ മാച്ചിന് ശേഷം പോയിന്റ്സ് ടേബിളിൽ ഉണ്ടായിട്ടില്ല. സോ ലൈനപ്പ് നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ യുണൈറ്റഡിന് ഡിലിറ്റ് ഇഞ്ചറി കാരണം അവൈലബിൾ അല്ലായിരുന്നു. ഡിഫെൻസീവ്ലി അത് പണിയാവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പണിയായില്ല. കാര്യമായിട്ട് സിറ്റി ഒരു ത്രെട്ടും ക്രിയേറ്റ് ചെയ്തില്ല. അപ്പുറത്ത് സിറ്റി മർമോഷ്, ഫോർഡൻ, ഡി ബ്രൂയിനെയാണ് ഇറക്കിയത്. ബെർണാർഡോ സിൽവ ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് ലൈനം. ഓറയിൽ വീണ്ടും ആൾക്ക് സ്റ്റാർട്ട് കിട്ടി. മത്തേസ് ന്യൂനസ് ഇന്നലെ ഫുൾ ബാക്ക് റോളിൽ നല്ലപോലെ കളിച്ചു. വൺ ഓഫ് ദ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു മത്തേസ് ന്യൂനസിന്. പാട്രിക് ഡോർഗു കോൺസ്റ്റന്റ് ത്രെട്ട് ആയിരുന്നു. ഗർണാച്ചോ ആയിരുന്നാലും ഇവർ രണ്ടുപേരും ഒരു വിധത്തിൽ മാനേജ് ചെയ്യുന്നതിന് ന്യൂനസ് സക്സസ്ഫുൾ ആയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പുറത്ത് ഇന്നലത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലൈനപ്പിൽ നോക്കാനായിട്ടാണ് കസമിറോ ഉഗാർട്ടെയാണ് ഇറങ്ങിയത് ബ്രൂണോ ഫെർണാണ്ടസിനോടൊപ്പം മിഡ്ഫീൽഡിൽ. ബട്ട് ഉഗാർട്ടെ ബിറ്റ് ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. അതേസമയത്ത് കസമിറോ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. പുള്ളിയുടെ ഇന്റൻസിറ്റി സൂപ്പർ ആയിരുന്നു. സോ മാച്ചിൽ സംഭവം പ്ലാൻ സിമ്പിൾ ആൻഡ് ബേസിക്കലി മനസ്സിലാവുമായിരുന്നു. ആദ്യത്തെ മിനിറ്റ് തൊട്ട് തന്നെ സിറ്റി ബോള് കീപ്പ് ചെയ്ത് ബോഡീസ് കമ്മിറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഫൈനൽ തേർഡിൽ എത്തിയിട്ട് ആ ഒരു പാസ് നടക്കുന്നില്ല. ഡിബ്രൂനയുടെ ഒക്കെ ആണെങ്കിലും ധാരാളം മിസ് പാസുകൾ എന്നിട്ടുണ്ട്. ആ ഒരു മാജിക്കൽ പാസ് വരുന്നില്ല. അത് ഡിബ്രൂനയുടെ ലാസ്റ്റ് ഡെർബിയാണ്. ഡിബ്രൂന ട്രൈഡ്, പക്ഷേ ഫൈനൽ തേർഡിൽ എത്തിയിട്ട് അത് വരുന്നില്ല. ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് സിറ്റി പ്ലേയേഴ്സിന് വരുന്നില്ല. അതേസമയത്ത് യുണൈറ്റഡ് അവരുടെ ഗെയിം പ്ലാൻ ടു ആൻ എക്സ്റ്റെൻറ്റ് സിറ്റിനേക്കാളും എക്സിക്യൂട്ട് ചെയ്ത യുണൈറ്റഡ് ആണെന്ന് പറയും. അവർ ഒന്ന് സിറ്റ് ബാക്ക് ചെയ്തു, അഥവാ ഒന്ന് പ്രഷർ അബ്സോർബ് ചെയ്ത് ആ മിഡ് തേർഡിലും ഫൈനൽ തേർഡിലോട്ടും ഇടയ്ക്കുണ്ടല്ലോ ആ സിറ്റി കൺവേർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഫൈനൽ തേർഡിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അഥവാ അങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ പ്രസ് ചെയ്യുക, ബോൾ വിൻ ചെയ്യുക ആൻഡ് കൗണ്ടർ അറ്റാക്ക് ടു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുക. സിറ്റി ധാരാളം സ്പേസസ് കൊടുക്കുന്നുണ്ടായിരുന്നു, കാരണം നല്ലപോലെ ബോഡീസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് യുണൈറ്റഡ് പ്ലാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അവർ ബോൾ റിക്കവറും ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ വെച്ച്. എന്നിട്ട് ട്രാൻസിഷനിൽ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നോട്ടിംഗം ഫോറസ്റ്റും അല്ല ഇതിന് മുമ്പത്തെ മാച്ചുകൾ, ഈവൻ സൊസറാഡിന് എഗെയിൻസ്റ്റ് ഉള്ള ഒരു മാച്ചും വേണം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇതിലൊക്കെ നമ്മൾ കാണാറുള്ളത് പോലെ ഫൈനൽ തേർഡിലോട്ട് എത്തുന്നു, നല്ല ചാൻസ് ക്രിയേറ്റിംഗ് ആക്ഷൻസിലോട്ട് എത്തുന്നു. പക്ഷേ അതൊരു ചാൻസ് ക്രിയേറ്റിംഗ് ഷോട്ടോ ഒരു ബിഗ് ചാൻസോ ആയിട്ടോ യുണൈറ്റഡ് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇന്നത്തെ മാച്ചിന്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 0 ബിഗ് ചാൻസസ് ക്രിയേറ്റഡ്, 0 ബിഗ് ചാൻസസ് മിസ്ഡ് ആണ്. പക്ഷെ കളി കണ്ടവർക്കറിയാം എത്ര കോൺസ്റ്റന്റ് ബിഗ് ചാൻസുകൾ നമ്മൾ നോക്കാനായിട്ടാണ് യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാൻസ് ഡാലോട്ടിന്റെ ഒരു ക്രോസിൽ ഗർണാച്ചോയ്ക്ക് കിട്ടുകയാണ്. ഗർണാച്ചോ അവിടെ ഹെഡിന് വേണ്ടി പോകണം, അവിടെ ബോളിയോ എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാനൊരു സിമ്പിൾ സംഭവമാണ്. പല സിറ്റുവേഷൻസിലും ഇപ്പോൾ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു യുണൈറ്റഡ് ആ ബിഗ് ചാൻസുകൾ, അതായത് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുത്തു, ഔട്ട് അടിച്ച് കളയുകയോ അല്ലെങ്കിൽ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയോ അല്ലെ ഈവൻ ഔട്ടേലും അടിച്ച് കളയുന്നുണ്ട്. ഇത് ഒരു ഷോട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻ ആക്കി ഈ ബിഗ് ചാൻസുകൾ യുണൈറ്റഡ് കൺവേർട്ട് ചെയ്യുന്നില്ല. അതാണ് യുണൈറ്റഡിന്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. ഫൈനൽ തേർഡിൽ എത്തുന്നുണ്ട്, നല്ല ചാൻസുകൾ എത്തുന്നുണ്ട്. പക്ഷേ ഗർണാച്ചോ റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു. ഗർണാച്ചോയുടെ വർക്ക് ലോഡൊക്കെ മാസീവ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിൽ നല്ല മാറ്റം കാണാറുണ്ട്. പക്ഷേ ആൾ റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു ഫൈനൽ തേർഡിൽ. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പാട്രിക് ഡോർഗു എന്തിനൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പാട്രിക് ഡോർഗു ആണ് എനിക്ക് ഇന്നലെ പിച്ചിലെ ഫോർം ചെയ്ത മാൻ ഓഫ് ദ മാച്ച് വാസ് പാട്രിക് ഡോർഗു. പോസ്റ്റ് മാച്ച് ബ്രൂണോയ്ക്കാണ് കൊടുത്തത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പാട്രിക് ഡോർഗു ആയിരുന്നു. ആൾ കോൺസ്റ്റന്റ്ലി ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒഫൻസീവ്ലി ആണെങ്കിലും ഹി വാസ് ട്രൈയിങ് ഹിസ് ബെസ്റ്റ്. കാരണം നമുക്ക് കാണാം പാട്രിക് ഡോർഗു എന്തുകൊണ്ട് അമോറിൻ സിസ്റ്റത്തിന് സൂട്ടബിൾ ആണെന്ന് മാച്ച് കണ്ടവർക്കെല്ലാം മനസ്സിലാവും. പക്ഷേ കൂടുതൽ കാര്യമായിട്ട് ഈ മാച്ചിനെ കുറിച്ച് പറയുന്നില്ല. അതിനപ്പുറത്തെ ഡാലോട്ട് വാസ് ഓക്കെ എസ്റ്റർഡേ. ഇന്നലെയാണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത്. സെക്കൻഡ് ഹാഫിലാണ് സിർസ്കി വന്നത്. സിർസ്കി വന്നതിന് ശേഷം സിർസ്കി ഗർണാച്ചോ കമ്പൈൻ ചെയ്ത് സെക്കൻഡ് ഹാഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചാൻസ് യുണൈറ്റഡിന് കിട്ടി. അതും കൺവേർട്ട് ചെയ്തില്ല. ഒരു നല്ല ഷോട്ട് ആക്കി മാറ്റി ടാർഗറ്റിലോട്ട് എടുക്കാനായിട്ടോ സാധിക്കുന്നില്ല. അപ്പുറത്ത് സിറ്റിക്ക് 1-2 ഹാഫ് ചാൻസുകൾ കിട്ടിയെന്ന് ഒഴിച്ചു നിർത്തായാലും ഒരു കോർണർ കിക്ക് സിറ്റുവേഷനിലൂടെ ഒരു നല്ല ചാൻസ് കിട്ടി. അല്ലാതെ മേ ബി ഒരു ഹാഫ് ചാൻസോടെ ഫോർഡൻ ആയിരുന്നു തോന്നുന്നു കിട്ടിയായിരുന്നു.
അല്ലാതെ കാര്യമായിട്ട് സിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്നായിരുന്നു വെച്ചാൽ സിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ നടത്തി. ഫോഡൻ 58-ാം മിനിറ്റ് മാറ്റേണ്ട വന്നു, ചെറിയൊരു ഇഞ്ചുറി ഫോഡന് ഫസ്റ്റ് ഹാഫ് തൊട്ടേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്കു ഇറങ്ങി, സെയിം ഡയലോഗ്, നോ ചേഞ്ച്. സവീനോനെ പുള്ളി ഇറക്കി പോലും ഇല്ല, ഗ്രീലിഷിനെ ഇറക്കി. മേ ബി ഒരു ഗോൾ സിറ്റിക്ക് വേണം, എന്തുകൊണ്ട് സവീനോനെ ഇറക്കിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സവീനോ ലാസ്റ്റ് മാച്ചിൽ, ഇതിന് തൊട്ട് മുമ്പത്തെ മാച്ചിൽ വൺ ഓഫ് ദ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു എഗെയിൻസ്റ്റ് ലെസ്റ്റർ സിറ്റി. പക്ഷെ എന്തുകൊണ്ട് സവീനോനെ ഇറക്കിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ. സവീനോനെ പുള്ളി യൂസ് ചെയ്തില്ല, ഇനി നോക്കുണ്ടായിരുന്നോ ഡോണ്ട് നോ. ആൻഡ് മാച്ച് ഇവഞ്ച്വലി 0-0 ഡ്രോയിൽ എൻഡ് ചെയ്തു. കാര്യമായിട്ട് പറയത്തക്ക ഒരു എൻ്റർടൈനിങ് മാച്ചായിരുന്നു ഇന്നലെ. എസ്പെഷ്യലി മാച്ച് കഴിഞ്ഞതിന് ശേഷം പ്ലേയേഴ്സൊക്കെ എനിക്ക് ചോദിക്കാനായിട്ടുള്ള, ഇപ്പം കുറേ പിള്ളേരൊക്കെ ഇന്ന് എക്സാം ഉണ്ട്, സോ മാച്ച് കാണാനായിട്ട് കുറച്ച് നേരത്തെയൊക്കെ പഠിച്ച് തീർത്തു എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നിരുന്നു. വെറുതെ 2 മണിക്കൂർ കളഞ്ഞെന്ന് പറയേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ് തമാക്ക പോലും കൊടുത്തില്ല. ആ 2 മണിക്കൂർ പോയി എന്തെങ്കിലും വായിക്കുമായിരുന്നു അത്രയും നല്ലല്ലേ, ഉറങ്ങുമായിരുന്നു അത്രയും ബെറ്റർ എന്ന് വേണേൽ പറയുന്നത്. പക്ഷേ കാര്യമായിട്ട് മാച്ചിലൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. എന്തെങ്കിലും പോസിറ്റീവ് പറയാനായിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലി യുണൈറ്റഡിനാണ്. അവരുടെ പ്ലാൻ വർക്ക് ചെയ്തു, അവരുടെ ഡിഫൻസീവ് സ്ട്രക്ചർ വാസ് ബെറ്റർ. സിറ്റിക്ക് സത്യമായിട്ട് കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പുറത്ത് യുണൈറ്റഡ് ചാൻസുകൾ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്ത യുണൈറ്റഡ് ആണ്, പക്ഷേ ഫൈനൽ തേർഡിൽ സ്ഥിരം ഓൾഡ് യുണൈറ്റഡ്. അത് അമോറിമും പ്ലേയേഴ്സും വർക്ക് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, അല്ലാതെ പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല. അത് പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയിലുള്ള വിഷയം തന്നെയാണ്, ടാക്ടിക്കൽ ഇഷ്യൂസിനേക്കാളും കൂടുതൽ യുണൈറ്റഡിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അവിടെ നമ്മൾ നേരെ ഇന്നലെ ലിവർപൂളിൻ്റെ ഒരു മാച്ചിൽ ടച്ച് ചെയ്യണം. സോ ലിവർപൂൾ ഇന്നലെ നൈസായിട്ട് ഫുള്ളാം എവേയിൽ ചെന്നിട്ട് 3-2 ഒരു തോൽവി വഴങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ലിവർപൂൾ ടീമിൻ്റെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താ? വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ, അവരുടെ സീസൺ സ്റ്റാർട്ടിൽ അവരുടെ ഗോൾ സ്കോറിംഗ് ഹീറോ ആയിരുന്ന, അവരെ പലപ്പോഴും എന്നാ പറയുക, ലിവർപൂൾ പോയിന്റ്സ് എടുക്കാൻ പാടില്ലാത്ത കളികളിൽ പോലും പുള്ളിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് ലിവർപൂൾ കയറിപ്പോയിരുന്നു. മറ്റാരുമല്ല സല ലാസ്റ്റ് 2 months ആയിട്ട് നല്ല ഫോം ഔട്ടാണ്. പുള്ളി കാര്യമായിട്ട് പിച്ചിൽ ഒരു ത്രെട്ടും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒപ്പോണൻസ് സലേനെ നള്ളിഫൈ ചെയ്യുവാണ്. ശരിയാണ്, ഇന്നലെ 2 ഗോൾ ലിവർപൂൾ അടിച്ചു. പക്ഷേ കളി കണ്ടവർക്കറിയാം ലിവർപൂൾ വെർ ബാഡ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ലിവർപൂൾ വാസ് സോ ബാഡ്. ഡിസേർവിംഗ്ലി 3-1 ലീഡ് എടുത്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ഫുള്ളാം പോകുന്നത്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ലിവർപൂൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി. ബട്ട് ഫസ്റ്റ് ഹാഫ് ഫുള്ളാമിന്റെ പക്ക ഡോമിനേഷൻ. ഫസ്റ്റ് തന്നെ മക്കലിസ്റ്ററിന്റെ ഒരു ഗോളിലൂടെയാണ് ലിവർപൂൾ ലീഡ് എടുക്കുന്നത്. അതും റൺ ഓഫ് പ്ലേക്ക് അഗേൻസ്റ്റ് ആണ്. ഫുള്ളാം നല്ലപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മക്കലിസ്റ്റിന്റെ ആ ഒരു കിടിലൻ ലോങ് റേഞ്ച് ഷോട്ട് വരുന്നു, ഗോൾ കൺവേർട്ട് ചെയ്തു. സോ ഇന്നലെ മക്കലിസ്റ്ററും ഗ്രാംബർഗും ആയിരുന്നു ഡബിൾ പ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ രണ്ടുപേരും പെർഫോമൻസ്, ഈവൻ ദോ ഇപ്പം ലിവർപൂൾ ഒരു മോശം ഫോമിലാണെങ്കിലും അവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് സ്റ്റിൽ സോളിഡ് ആണ്. ലിവർപൂളിനുള്ള ഇപ്പോഴത്തെ ഇഷ്യൂ, സല ഫോം ഔട്ടായി, സബോസ്ലായ് ഓൺ ആൻഡ് ഓഫ് ആണ്. സബോസ്ലായ് ഇപ്പം സീസൺ സ്റ്റാർട്ടിൽ കണ്ട സബോസ്ലായ് അല്ല, ഹീസ് ബിറ്റ് ഓഫ്. അപ്പുറത്ത് ഗ്യാപ്പോ ഇഞ്ചറിക്ക് ശേഷം വന്നതിന് ശേഷം പഴയ ഗ്യാപ്പോ അല്ല, പിന്നെ ആൾക്ക് ഇഞ്ചറി പറ്റി ഇരുന്ന സമയത്തും ലിവർപൂൾ ശരിക്കും മിസ് ചെയ്തു. ആൻഡ് ഇന്നലെ ഫുൾ ബാക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ജോൺസും റോബർട്ട്സണും ആയത് ഡ്രെഡ്ഫുൾ ആയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഇന്നലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. വാണ്ടേക്കും ഇന്നലെ ബിറ്റ് ഓഫ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഗോൾ ലീഡ് എടുത്തതിന് ശേഷം പിന്നീട് 3 ഗോളുകൾ സെസിജിയോണും ഇവോബിയും മുനീസുമാണ് ഗോളുകൾ സ്കോർ ചെയ്യുന്നത്. അതിലെ സെസിജിയോന്റെ ആ ഗോളിൽ അവിടെ ഒരു ഹാഫ് കട്ടഡ് ക്ലിയറൻസ് അഥവാ ജോട്ടയുടെ മോശം ഫോം ഓഫ് ബ്ലോക്ക് നമുക്ക് കാണാം. ആൻഡ് രണ്ടാമത്തെ സിറ്റുവേഷനിൽ റോബർട്ട്സൺ എന്താ അവിടെ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല, അവിടെ ഇവോബി ഗോൾ സ്കോർ ചെയ്ത സിറ്റുവേഷൻസിൽ. ആൻഡ് മൂന്നാമത്തേൽ മുനീസ് നൈസായിട്ട് വാണ്ടേക്കിനെ ബീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ 3 കിടിലൻ ഗോളുകൾ ആൻഡ് ഡിഫൻസീവ് എറേഴ്സ് ആണ്. 15 മിനിറ്റിനിടയിലാണ് ഇവർ ഈ 3 ഗോളും കയറ്റുന്നത്. ആൻഡ് ഡിഫൻസീവ് എറേഴ്സ് ആണ് ഈ 3 ഗോളിൽ നമുക്ക് കാണാൻ സാധിക്കുക. എസ്പെഷ്യലി ആദ്യത്തെ 2 ഗോളിൽ പക്ക എറേഴ്സ് ആണ്. ലിവർപൂൾ ലുക്സ് ബിറ്റ് ഷേക്കി. ആൻഡ് അപ്പ് ഫ്രണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇവൻ ഒരു മക്കലിസ്റ്റിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനാണ് ആ ഒരു ഗോൾ വരുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ലൂയിസ് ഡിയാസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവരികയാണ്. ദാറ്റ് ചേഞ്ച് ദ ഗെയിം. കുറച്ചുകൂടെയും ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയി, കുറച്ചുകൂടെയും ലിവർപൂൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ലൂയിസ് ഡിയാസ് ത്രൂ ഒരു ഗോൾ തിരിച്ചടിച്ചു, 3-2 ആക്കി. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഏലിയറ്റ് ത്രൂ വളരെ ക്ലോസ് ആയി ഒരെണ്ണം ഭാരത് തട്ടി പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 3-3 ആക്കാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു. ബട്ട് ഫുള്ളാം കംഫർട്ടബിൾ നല്ല ഫുള്ളാം ഒരു വിധത്തിൽ മാനേജ് ചെയ്തു. ആൻഡ് ഡിസേർവിങ് വിന്നാണ്. ഫുള്ളാമിന് ഡിസേർവ് ചെയ്യുന്ന ഒരു വിക്ടറിയാണ് ഇന്നലെ നേടിയത്. ആൻഡ് ഇപ്പം നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം അല്ലാത്ത സീസണുകളായിരുന്നെങ്കിൽ ഇപ്പം പണി കിട്ടിയാണ്. കാരണം ഇപ്പം ആർസണൽ അർട്ടേറ്റ വിൽ ബി കിക്കിങ് ഹിംസെൽഫ്. കാരണം നമ്മൾ ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മളെ എപ്പോഴും ക്ലോപ്പ് ഇതുപോലെയാണ്. എല്ലാ സീസണിലും ടൈറ്റിൽ റേസിൽ ഒരു ഫെബ്രുവരി വരെ കാണും. ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു സമയമാകുമ്പോൾ പതുക്കെ അവർ ടൈറ്റിൽ റേസിൽ നിന്ന് ഔട്ടാകും. അവരുടെ ഫറ്റീക്നെസ് ക്യാച്ചപ്പ് ചെയ്യും, ലാക്ക് ഓഫ് സ്ക്വാഡ് ഡെപ്ത് ഇഷ്യൂസ് വരും, ഡിപ്പെൻഡന്റ് ഓൺ സാല ഇഷ്യൂസ് കൂടുതൽ ഇതാവും. സോ അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. പക്ഷേ ഈ സീസണിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിറ്റി തൊട്ട് കുറേ നിൽപ്പില്ല. ആൻഡ് ആർസണൽ എടുക്കേണ്ട പോയിന്റ്സുകളോട് എടുക്കുന്നില്ല. സോ ആർസണൽ മേ ബി ഒരു 6-7 പോയിന്റ് ഗ്യാപ്പിലായിരുന്നു ഇപ്പം നിന്നിരുന്നെങ്കിൽ മേ ബി ചാൻസ് ഉണ്ടായിരുന്നു. ആർസണൽ കഴിഞ്ഞ ദിവസത്തെ എവർട്ടൺ മാച്ച് ജയിക്കുമായിരുന്നെങ്കിൽ 9 പോയിന്റ് ഗ്യാപ്പായിരുന്നു. ഇപ്പം 11 പോയിന്റ് ഗ്യാപ്പാണ്. 12 പോയിന്റ് ആണെന്ന് തോന്നുന്നു. 12 പോയിന്റ് ഗ്യാപ്പാണ്. 11 പോയിന്റ് ഗ്യാപ്പ്, സോറി 11 പോയിന്റ് ഗ്യാപ്പാണ്. സോ അങ്ങനെ ഇരിക്കെ
മേ ബി ഒരു 6 പോയിന്റോ മറ്റോ ഗ്യാപ്പിലോ ഒക്കെ ആണെങ്കിൽ സ്റ്റിൽ ചാൻസ് ഉണ്ടായിരുന്നു. ലിവർപൂളിന് ഇനി ഒരു 11 പോയിന്റോടെ നേടുവാണെങ്കിൽ അവർക്ക് ലീഗ് ഉറപ്പിക്കാം. പക്ഷെ ലിവർപൂളിൽ ഇപ്പോഴത്തെ ഫോം വെച്ചാൽ 11 പോയിന്റ് നേടുമെന്ന് ചോദിച്ചാൽ നേടാം, ഈസി ആയിട്ട് നേടാം. പക്ഷെ ആർസണലിൽ 6-7 പോയിന്റ് ഗ്യാപ്പിലായിരുന്നു നിന്ന്. ഈ 11ന്റെ സ്ഥാനത്ത് 17 പോയിന്റ് വേണമെന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ മേ ബി കളി മാറിയത്. അതാണ് പറഞ്ഞാൽ ആർസണൽ അവർ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ക്യാപിറ്റലൈസ് ചെയ്തില്ല. ചെയ്യുമായിരുന്നെങ്കിൽ മേ ബി ഇപ്പോഴത്തെ ലിവർപൂളിന്റെ എന്നാ പറയുക ഫോം, ലാക്ക് ഓഫ് ഫോം, ലിവർപൂളിന്റെ ഇപ്പോഴത്തെ ഇഷ്യൂ ആർസണൽ ക്യാപിറ്റലൈസ് ചെയ്തേനെ. സോ അതുപോലെ സിറ്റി ഇപ്പം തൊട്ട് പുറകെ ലീഗ് ടൈറ്റിലിന് വേണ്ടി മത്സരിച്ച് നിൽക്കില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മേ ബി ഈ സീസണും ലിവർപൂളിന്റെ ഒരു ബോട്ടിലിംഗ് സിറ്റുവേഷൻ വന്നേനെ. സോ ഇത് FSGക്ക് ഒരു എന്നാ പറയുക ഐ ഓപ്പണർ ആണ്. നെക്സ്റ്റ് സീസൺ ആർസണൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. സിറ്റി ഡെഫിനറ്റ്ലി ഇതുപോലെ ഡൗൺ ആയിരിക്കത്തില്ല, അവർ തിരിച്ചു വരും. മേ ബി ഇനി അതർ ടീംസ് കയറി വരാം. സോ ഈ ടൈറ്റിൽ റേസ് ഇതിനേക്കാളും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും, തൊട്ട് പുറകെ നിൽക്കാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഈ ലാക്ക് ഓഫ് സ്ക്വാഡ് ഡെപ്ത് വീണ്ടും ഇഷ്യൂ ആയിട്ട് വീണ്ടും കൊണ്ട് ഇതുപോലെ എല്ലാ വർഷവും കാണാറുള്ള പോലെ ബോട്ടിലിംഗ് സിറ്റുവേഷൻ ലിവർപൂളിന് വരരുത്. സോ സമ്മറിൽ 100% ഇൻവെസ്റ്റ്മെന്റ്സ് വേണം. സലയിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കണം. നാച്ചുറൽ ഗോൾ സ്കോറേഴ്സ് വരണം. ഡിഫെൻസീവില് ഫുൾ ബാക്സിൽ ഡെഫിനറ്റ് അഡീഷൻ വേണം. ട്രെൻഡും കൂടെ പോകണം. ഫുൾ ബാക്സിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള അഡീഷൻ വേണം. സെൻട്രൽ ബാക്സിനും വേണം. ഗ്രാംബർഗ് മക്കലിസ്റ്റർ ലുക്സ് ഗുഡ്, ബട്ട് യു ഗോയ്സ് നീഡ് എ സോളിഡ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ. ഒരു സിംഗിൾ പേര് കളിക്കാൻ പറ്റുന്ന സോളിഡ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ മസ്റ്റാണ്. സമ്മറിലേക്ക് സുബിമെൻഡിയോ ബലേബയോ എഡർസണോ ആരെയും മസ്റ്റ് അഡീഷൻ ആണ്. ക്ലിയർലി വിസിബിൾ ആവുന്നുണ്ട്. ആൻഡ് അപ്പ് ഫ്രണ്ട് നാച്ചുറൽ ഗോൾ സ്കോറേഴ്സും വേണം. അത് വിത്തൗട്ട് എ ഡൗട്ട് മേ ബി ന്യൂനസ് ജോട്ട ഇവരിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാൻ ടൈമായി. ബ്രിങ് ഓൺ സം നാച്ചുറൽ ഗോൾ സ്കോറേഴ്സ്. ആൻഡ് ഈവൻ ദോ ഇപ്പോഴുള്ള സ്ക്വാഡിൽ അഡീഷൻസ് വേണം. ഇപ്പൊ 3-4 ഔട്ട് ഗോയിങ്സ് ലിവർപൂളിൽ നിന്ന് ഉണ്ടാവും എന്ന് പറയുന്നു. അതായത് ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് പ്ലേയേഴ്സിൽ നിന്ന് തന്നെ 3-4 ഔട്ട് ഗോയിങ്സ് ഉണ്ടാവും. ന്യൂനസ് ജോട്ടയൊക്കെ ഉൾപ്പെടെ ഏലിയട്ടെ മേ ബി ട്രെൻഡ് എല്ലാം പോവാണ്. സോ ഇവരെ റീപ്ലേസ് ചെയ്യണം. കൂടാതെ എക്സ്ട്രാ അഡീഷനും വേണം. കാരണം ഇപ്പം തന്നെ ലാക്ക് ഓഫ് സ്ക്വാഡ് ഡെപ്ത് വിസിബിൾ ആണ്. സോ ഇതിൽ നിന്ന് പ്ലേയേഴ്സ് പോകുമ്പോൾ അവരുടെ അഡീഷനും ആ സ്ക്വാഡ് ഡെപ്തും കൂടെ ഇൻക്ലൂഡ് ആവണം. സോ അവിടെയാണ് ലിവർപൂളിന് സമ്മറിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 or 6 സൈനിങ്സ് വേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം. അങ്ങ് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് മറ്റൊരു ടീമിനെ ആദ്യം പറയാനായിട്ടാണ് ചെൽസി ഇന്നലെ 0-0 ഡ്രോ അഗൈൻസ്റ്റ് ബ്രെൻഫോർഡ്. ഇന്നലത്തെ ആ ലൈനപ്പിൽ പുള്ളി എന്തിനിത്രയും പാൾമറിനും ജാക്സനും ഒക്കെ റെസ്റ്റ് കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. മേ ബി സെക്കൻഡ് ഹാഫിൽ പ്ലേയേഴ്സിനെ ഇമ്പാക്റ്റ് ആയിട്ട് ഇവരെ കൊണ്ടുവന്ന് ഗെയിം മാറ്റാം, ഗെയിം ഒന്ന് സോളിഡ് ആയിട്ട് നിർത്താമെന്നൊക്കെയാണോ ഓർത്തതെന്ന് എനിക്കറിയത്തില്ല. കാരണം കോൺഫറൻസ് ലീഗ് വെച്ചാണ് പുള്ളി റെസ്റ്റ് കൊടുത്തതെങ്കിൽ ഐ ഡോണ്ട് നോ. കാരണം കോൺഫറൻസ് ലീഗ് ജയിച്ചാൽ യൂറോപ്പ ലീഗിലോട്ട് വരാം. അതേസമയത്ത് ടോപ്പ് 5 സെക്യൂർ ചെയ്താൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാം. സോ ഡെഫിനറ്റ്ലി ചാമ്പ്യൻസ് ലീഗ് പ്ലേ ചെയ്യുന്നതാണ്. പ്രീമിയർ ലീഗിൽ എങ്ങനെയാണ് ടോപ്പ് 5 ഫിനിഷ് ചെയ്യുക, അവിടെ പ്ലേയേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെൽസി ചെയ്യേണ്ടത്. കോൺഫറൻസ് ലീഗ് ഈവൻ ഒരു സെക്കൻഡ് സ്ക്വാഡിനെ യൂസ് ചെയ്യുവാണെങ്കിലും ചെൽസിക്ക് അടിക്കാം. സോ പാൾമർ, ജാക്സൺ, പിന്നെ എന്തുകൊണ്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് റീസ് ജെയിംസ്, എന്താണ് പുള്ളി ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല. ബാക്ക് ഫയർ ചെയ്തോന്ന് ചോദിച്ചാൽ ടു ആൻ എക്സ്റ്റെന്റ് ബാക്ക് ഫയർ ചെയ്തു. നല്ലൊരു ബാലൻസ് ഇല്ലായിരുന്നു. സാൻജോ എന്തൊക്കെയോ ശ്രമിച്ചു. എൻകുങ്കുവിന്റെ കാര്യം എനിക്കറിയത്തില്ല. ധ്യാൻ ശ്രീനിവാസൻ പുള്ളിയുടെ പടങ്ങളിൽ കൊടുക്കുന്നതിന്റെ അത്ര മുമ്പിൽ എഫേർട്ട് എൻകുങ്കു പിച്ചിലിറങ്ങുമ്പോൾ കൊടുക്കുന്നില്ല. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ മാറ്റി ജാക്സനെ ഇറക്കി. പാൾമറിനെ 60 മിനിറ്റിന് മുമ്പ് കൊണ്ടുവന്നു. അതും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ലാസ്റ്റ് മേ ബി പാൾമർ ഒരു വിന്നർ അടിച്ചേനെ, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വന്നില്ല. 3 ബിഗ് ചാൻസ് 2 ടീമും ക്രിയേറ്റ് ചെയ്തു. 3 ബിഗ് ചാൻസ് 2 ടീമും മിസ് ചെയ്തു. സോ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 1 മേൽ എക്സ്പെക്ടഡ് ഗോൾസ് 2 സൈഡിനും ഉണ്ടായിരുന്നു. ചാൻസുകൾ ഉണ്ടായിരുന്നു ഈ മാച്ചിൽ, പക്ഷേ എന്നാലും 2 ടീമിനും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. സോ ഇവഞ്ച്വലി അതിൻ്റെ ഒരു 0-0 ഡ്രോ. ബട്ട് അപ്പുറത്ത് 16 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ചെൽസി ആ സ്പോട്ടിൽ തന്നെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ചെൽസി ഒരു 11-12 പോയിന്റ് ഇനി അവൈലബിൾ ആയിട്ടുള്ള മാച്ചുകളിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അവരും മിക്കവാറും ടോപ്പ് 5 സെക്യൂർ ചെയ്യുന്നൊരു ഫീലുണ്ട്. ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് മറ്റ് മത്സരം നോക്കാനായിട്ടാണ് ഇന്നലെ അത്ലറ്റിക്കോ ഒരു 1-1.5 കംബാക്ക് നടത്തി. കംബാക്ക് നല്ല ലാസ്റ്റ് മൊമെന്റ് വിന്നർ, കംബാക്ക് അല്ല. 1-0 ലീഡ് എടുത്താണ് അൽവാറസ് പെനൽറ്റി ടു. പിന്നീട് സെവിയ ഈക്വലൈസ് ചെയ്തു. ആൻഡ് പിന്നീടാണ് നമ്മൾ കണ്ടത് 90+3 മിനിറ്റിൽ പാബ്ലോ ബാരിസിന്റെ ഒരു കിടിലൻ ഗോളിലൂടെ അത്ലറ്റിക്കോ 2-1 വിക്ടറി നേടി. മേ ബി അവർക്കൊരു മൊമെന്റോ ആവട്ടെ ഈ മാച്ചിലോട്ട് വരാൻ. ഇപ്പം ബാർസലോണയായിട്ട് 7 പോയിന്റും റയൽ മാഡ്രിഡുമായിട്ട് 3 പോയിന്റും ഗ്യാപ്പായിട്ടുണ്ട്. നത്തിങ് ഈസ് ഓവർ. ഇനിയും മാച്ചുകളുണ്ട്, ധാരാളം 7ഓളം മാച്ചുകളുണ്ട്. സോ ഈസിലി ക്യാച്ചപ്പ് ചെയ്യാം. അവർക്ക് കുറച്ച് ലക്കും കൂടെ അത്ലറ്റിക്കോടൊപ്പം ഉണ്ടെങ്കിൽ ഈസിലി ക്യാച്ചപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് സീ അവർ ക്യാച്ചപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റു മാച്ച് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ VRL ഹോം മാച്ച് ആയിരുന്നു. 0-0 ഡ്രോയിൽ അവസാനിച്ചു. അതുപോലെ തന്നെ ലാസിയോ ഇന്നലെ അറ്റ്ലാന്റയുടെ ഹോമിൽ ചെന്നിട്ട് 1-0 തോപ്പിച്ചു. സോ അറ്റ്ലാന്റയുടെ മോശം ഫോം സ്റ്റിൽ കണ്ടിന്യൂയിങ്. അതുപോലെ തന്നെ യുവന്റസ് റോമ 1-1 സമനിലയിൽ പിരിഞ്ഞു. അനദർ ഡ്രോ. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. സ്കുഡേറ്റോയിലും ടൈറ്റിൽ റേസ് ഇസ് ബിറ്റ്വീൻ നാപ്പോളി ആൻഡ് ഇന്റർ. ഐ തിങ്ക് അറ്റ്ലാന്റിക് ഇനി ചാൻസ് ഉണ്ടെന്ന് തോന്നില്ല. അതേസമയത്ത് ടോപ്പ് 4 റേസിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെ 4th സ്പോട്ടിന് വേണ്ടി നല്ല അടി നടക്കാനായിട്ടുള്ള സാധ്യത. യുവന്റസ് ആർ സ്റ്റിൽ ഇൻ ഇറ്റ്, റോമ ആർ സ്റ്റിൽ ഇൻ ഇറ്റ്, ഫ്യോറന്റീനയ്ക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട്, ബൊളോഗ്ന അവിടെ തന്നെ ഉണ്ട്. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. നാപ്പോളി ഇന്ന് ഇറങ്ങുവാണ്. സോ നാപ്പോളി ഇന്ന് ജയിക്കുവാണെങ്കിൽ ഇന്ററുമായിട്ടുള്ള പോയിന്റ്സ് ഗ്യാപ്പ് 1 പോയിന്റ് ആയി ചുരുക്കാം. ഇന്ററിന് ചാമ്പ്യൻസ് ലീഗ് കൊടുക്കുന്നു, നാപ്പോളിക്കും
അറ്റ്ലാന്റിക്കൊന്നും അതൊന്നും, എസ്പെഷ്യലി നാപ്പിളിക്ക് എന്തായാലും യൂറോപ്യൻ കോമ്പറ്റീഷൻ ഇല്ല. സോ സ്ക്യൂഡേറ്റോ റേസ് ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളും കാര്യങ്ങളുമൊക്കെ. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. ഇന്ന് നാപ്പോളി ബൊളോഗ്നയാണെന്ന് തോന്നുന്നു. സോ ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും.